രാവിലെ തന്നെ ബിഗ് ബോസ് വീട്ടിൽ പൊരിഞ്ഞ അടിയാണ്. ഇതെന്താണ്, ഒരു റെസ്റ്റേ ഇല്ലാത്ത ഒരു അടിയാണ് തുടങ്ങിയിട്ടുള്ളത്. കാരണം കിച്ചൺ ടീമിലാണ് ഫുഡ് വേസ്റ്റ് ആയിരിക്കുന്നു. ഒരാൾക്ക് എടുത്തു വെച്ച ഫുഡ് വേസ്റ്റ് ആയിട്ടുണ്ട്. അതിനെക്കുറിച്ച് ക്യാപ്റ്റൻ ജിൻഡോ ആണ് ചോദ്യം ചെയ്തത് കിച്ചൺ ടീമായ അപ്സരയോട്. ഇതിങ്ങനെ ആരാണ് കഴിക്കാത്ത, ആർക്ക് വേണ്ടി എടുത്തു വെച്ചു, എന്തിനാണ് ഇതിങ്ങനെ വേസ്റ്റ് ചെയ്യുന്നത്? എത്രയോ പേര് ഫുഡ് കിട്ടാതിരിക്കുന്നു. ബിഗ് ബോസ് സുഭിക്ഷമായിട്ട് കഴിക്കാൻ തന്നെ എന്തിനാണ് ഇങ്ങനെ വേസ്റ്റ് ചെയ്യുന്നതാണ് ചോദിക്കുന്നത്. അപ്പൊ നോക്കുമ്പോൾ അത് ജാസ്മിൻ എടുത്തു വെച്ച ഫുഡാണ്. അപ്പോൾ അപ്സര പറയുന്നത് ഞാനാണ് എടുത്തു വെക്കാൻ പറഞ്ഞത്, ജാസ്മിൻ ഇന്നലെ അത് കഴിച്ചില്ല. ഇന്നലെ അവിടെ എന്തൊക്കെയോ വഴക്ക് നടന്ന സമയത്ത് ഞാൻ പോയി പറഞ്ഞു കഴിക്കാനായിട്ട്. അപ്പോൾ വേണ്ട എന്നും പറഞ്ഞു. പക്ഷെ ഞാനൊരു മാനുഷിക പരിഗണന കൊണ്ട് ഒരു കോപത്തിൽ പറഞ്ഞിട്ട് പിന്നീട് വേണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ, കിച്ചൺ പൂട്ടിക്കഴിഞ്ഞാൽ, വെപ്പ് നിർത്തി കഴിഞ്ഞാൽ കിട്ടില്ല. അതുകൊണ്ട് ഞാൻ എടുത്തു വെക്കാൻ പറഞ്ഞു. ഗബ്രിയാണ് അത് എടുത്ത് മാറ്റി വെച്ചത്. പക്ഷെ പിന്നീട് അത് ശ്രദ്ധിച്ചില്ല, ഫ്രിഡ്ജിൽ കയറ്റിയില്ല, അത് വിട്ടുപോയി. ഞാൻ എടുത്തു വെക്കാൻ പറയുന്നതാണ് എൻ്റെ പേരിൽ തെറ്റ് എന്ന് പറഞ്ഞ് അപ്സര പറയുന്നുണ്ട്. പക്ഷെ ഫുഡ് എടുത്ത് മാറ്റി വെച്ച ഗബ്രിക്ക് അതിന് ബാധകമേ അല്ലാത്ത പോലെയാണ് ഗബ്രി പറയുന്നത്. ഇവര് എങ്ങനെ പറയും, അതായത് സിബിനെ ആണ് പറയുന്നത്, ഇവരെങ്ങനെ പറയും, ഔദാര്യത്തിലാണ് തിന്നുന്നത്, എങ്ങനെയാണ് ഇവർ പറയാ എന്ന് പറഞ്ഞാണ് ആ ഒരു വഴക്ക് നടക്കുന്നത്. എനിക്ക് തോന്നുന്നു ജാസ്മിന് വേണ്ടി ഗബ്രിയും വാ തുറക്കും, ഗബ്രിക്ക് വേണ്ടി ജാസ്മിനും വാ തുറന്ന് ഇവർ രണ്ടുപേരും ചെവി തല കൊടുക്കാതെ കലപില കലപില എന്ന് പറഞ്ഞിട്ട് പറയുന്നത്. അത് എന്താണെന്ന് പോലും നമുക്കത് ലൈവിൽ ക്ലിയർ ആകുന്നില്ല. അത്രയും ഉച്ചത്തിലാണ് വാക്കുകളെല്ലാം നമുക്ക് ക്ലിയർ ആയിട്ട് എടുക്കാൻ പറ്റാത്ത വിധത്തിൽ കാക്ക കൂട്ടി കല്ലിട്ടിട്ട് തമ്മിത്തല്ലില്ല അന്ന പോലെ ഒരു വഴക്കാണ് അതിനകത്ത് നടക്കുന്നത്. പക്ഷെ സിബിൻ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഇങ്ങനെ ജോലിയും ചെയ്യുന്നില്ല, ഒന്നും ചെയ്യാതെ ഇങ്ങനെ ഉണ്ടു ഉറങ്ങി ഇരുന്നോളൂ ഞങ്ങളുടെ ഔദാര്യത്തില് എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഞങ്ങളുടെ ഔദാര്യത്തിലേ പറഞ്ഞിട്ടുള്ളത്, എൻ്റെ ഔദാര്യം എന്നുള്ളതല്ല. ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് വീട്ടിനെ ഉദ്ദേശിച്ച് എല്ലാവരും ചേർത്തിട്ടാണ് അത് പറയുന്നത്. പക്ഷെ ആ കാരണം കൊണ്ടാണ് ജാസ്മിൻ കഴിക്കാത്ത എന്ന് പറഞ്ഞാൽ അവിടെ ഗബ്രി ഘോരം പ്രസംഗിക്കുന്നുണ്ട്. ഇതുവരെ വൈൽഡ് കാർഡ് വന്നതിന് ശേഷം ഒന്ന് രശ്മിൻ ഒതുങ്ങിയതാണ്. രശ്മിന് ഭയങ്കര പേടിയായിരുന്നു, ഒതുങ്ങിയതാണ്. പക്ഷെ ജിൻഡോ ക്യാപ്റ്റനായി, ജിൻഡോ ആണ് ഈ ഫുഡ് വേസ്റ്റ് ചെയ്ത കാര്യം ചോദിക്കുന്നതെന്ന് അറിഞ്ഞതും ഉടനെ വന്നിട്ട് ഇത് നിങ്ങളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണോ, ഇത് നിങ്ങളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണെന്ന് പറഞ്ഞോ എന്ന് പറഞ്ഞിട്ട് ജിൻഡോന്റെ മെക്കിട്ട് കയറിണ്ട്. അവിടെ എന്തിനാണ് അങ്ങനെ മെക്കിട്ട് കയറുന്നത് ഒരൊറ്റ ഐഡിയയും ഇല്ല നമ്മൾക്ക്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ലൈവ് കണ്ടതിലും ജിൻഡോ ക്യാപ്റ്റന്റെ അധികാരത്തിൽ നിന്ന് ചോദിച്ചതിന് ഒരൊറ്റ തെറ്റും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ എന്തിനോ വേണ്ടി ഈ ഗബ്രിയും ജാസ്മിനും വീട്ടിൽ ഞങ്ങൾ ഒറ്റയാണ്, ഞങ്ങൾക്ക് ആരുമില്ല, ഇവരെല്ലാവരും ഒറ്റക്കെട്ടാണ് എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി ഫുഡ് കഴിക്കാതെ മറ്റുള്ളവരടുത്ത് ഇടപഴകാതെ തൊട്ടതിനും പിടിച്ചതിനും ഇവര് ഒരാൾക്ക് ഒരാൾ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാറി മാറി ഇരുന്ന് ഫൈറ്റ് ചെയ്യലാണ് ഇവരുടെ മെയിൻ പണി. പിന്നെ എനിക്ക് പറയാനുള്ളത്, തൊട്ടതിനും പിടിച്ചതിനും ഗബ്രി പറയുന്ന ഒരു വാക്കുണ്ട്, മാനുഷിക പരിഗണന. ഇന്നലെ ഡെൻ റൂമിൽ പൂട്ടിയിട്ടപ്പോൾ തന്നെ ബാത്റൂം കേസിലും ജാസ്മിന് പീരിയഡ്സ് ആയതിന്റെ പേരിലും ബാത്റൂം പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ മനുഷ്യത്വം, മാനുഷിക പരിഗണന എന്ന് ഘോരം പ്രസംഗിച്ച ഗബ്രി അതേ മാനുഷിക പരിഗണന വെച്ചിട്ടാണ്, മനുഷ്യത്വം വെച്ചിട്ടാണ് അപ്സര ജാസ്മിന് വേണ്ടി ഫുഡ് എടുത്തു വെക്കാൻ പറഞ്ഞത്. എന്നിട്ട് എടുത്തു വെച്ചതും ഗബ്രിയാണ്. പക്ഷെ അപ്സര എടുത്തു വെച്ചു എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് അപ്സരയും അവിടെ കുറ്റക്കാരിയായി. ഇപ്പൊ ഫുഡ് ആവശ്യമില്ലാതെ വേസ്റ്റ് ചെയ്തായി. കഴിക്കാത്തവൾക്കും പ്രശ്നമില്ല, എടുത്തു വെച്ച ഗബ്രിക്കും പ്രശ്നമില്ല. ക്യാപ്റ്റൻ ചോദ്യം ചെയ്തപ്പോൾ രശ്മിന് മുട്ടനടി. നിങ്ങളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണോ, നിങ്ങളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണോ, ആരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണെങ്കിൽ എന്താ? നമുക്കറിയാം ഈ കണ്ടസ്റ്റന്റുകളെല്ലാവരും വരുമ്പോൾ അരിയും പച്ചക്കറി ആയിട്ടാണോ വന്നിട്ടുള്ളത്? ഇതെന്താ കാണുന്ന പ്രേക്ഷകർ മണ്ടന്മാരാണോ? എത്രയോ പേര് ഒരു നേരത്തെ ഭക്ഷണമില്ലാതെ വലയുന്നവരുണ്ട് അല്ലേ? ഈ ബിഗ് ബോസ് വീട്ടിനകത്ത് സുഭിക്ഷമായ ഭക്ഷണം കൊടുക്കുമ്പോൾ അത് വേണ്ടെന്ന് വെക്കുക, ഭക്ഷണം വേസ്റ്റ് ചെയ്യുക. ഇതിന് അഹങ്കാരമല്ലാതെ എന്താ പറയുക? ഇവരെന്തെങ്കിലും ചെയ്താൽ മാത്രം, ഇവർ ചെയ്യുന്ന മിസ്റ്റേക്ക് വന്നാൽ അവിടെ മാനുഷിക പരിഗണനയുമില്ല, ഒന്നുമില്ല. അതെല്ലാം ഇവർ മൂടി വെക്കും. മറ്റുള്ളവരെന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഇവർ ആ ഒരു മനുഷ്യത്വം, മാനുഷിക പരിഗണന എന്നൊരു ടാഗ് കൊണ്ടുവന്ന് ഘോരം പ്രസംഗിക്കലാണ് ഗബ്രിയുടെ മെയിൻ പണി. ഇപ്പോൾ ഗബ്രിയും ജാസ്മിനും ചേർന്ന് ആ ബിഗ് ബോസ് വീട്ടിനകത്ത് ഞങ്ങൾക്ക് ആരുമില്ല, ഞങ്ങൾ ഒറ്റയ്ക്കാണ് എന്ന് പറഞ്ഞ് അവർ തന്നെ അവരെ സ്വയം കോർണർ ചെയ്തുകൊണ്ട് ഒരു ഒറ്റപ്പെടൽ സ്ട്രാറ്റജി കൊണ്ടുപോകുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇന്നത്തെ വഴക്കിൽ നമ്മൾ ന്യായമായിട്ട് നോക്കുകയാണെങ്കിൽ ശരിക്കും ആരുടെ പക്ഷത്ത് എന്ന് പറയണമെങ്കിൽ ജിൻഡോ ക്യാപ്റ്റൻ എന്ന രീതിയിൽ ചോദ്യം ചെയ്ത് വളരെ കറക്റ്റ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.